ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവജനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ തിരുവെഴുത്ത്. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കിദ്രോൻ തോടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു, അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. ഇതേ ഭാഗം തന്നെ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 32-ാം തിരുവെഴുത്തിൽ, അവൻ ഗത്സമന എന്ന പേരുള്ള തോട്ടത്തിൽ വന്നാറേ അവൻ ശിഷ്യന്മാരോട്, ഞാനിവിടെ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ഗത്സമന എന്ന എണ്ണച്ചക്കരെ കുറിച്ചാണ്. ഗത്സമന എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ഗത് ശമന. ഗത്ത് എന്ന് പറഞ്ഞാൽ എണ്ണ പിഴിയുന്ന ചക്ക്, ഓയിൽ പ്രസ്. ശമന്യം എന്ന് പറഞ്ഞാൽ എണ്ണകൾ, അതിനാൽ എണ്ണ പിഴിയുന്ന സ്ഥലങ്ങൾ. ഒലിവ് പഴം അമർത്തുമ്പോഴാണ് വിലയേറിയ എണ്ണ ലഭിക്കുന്നത്. അതുപോലെ ലോകത്തിന്റെ രക്ഷയ്ക്കായി യേശു അവിടെ ആത്മീയമായി അമർത്തപ്പെട്ടു. ഒലിവ് മലയുടെ പഴയ നിയമ പ്രാധാന്യത്തിലേക്ക് ചിന്തിച്ചാൽ, മൗണ്ട് ഓഫ് ഒലിവ്സ്, അതിൻ്റെ താഴ്വരയിലാണ് ഈ ഗത്സമനാം തോട്ടം. ഒലിവ് മലയെക്കുറിച്ച് 2 ശമൂവേൽ 15:30 ദാവീദ് തന്റെ മകൻ അബ്ശാലോമിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ഒലിവ് മല കയറുന്നതായിട്ടും കരഞ്ഞുകൊണ്ടും തലമൂടി നഗ്നപാതനായി അവൻ അവിടെ കൂടെ കടന്നുപോയതായിട്ടും വായിക്കുന്നുണ്ട്. ഇത് യേശുവിൻ്റെ അനുഭവത്തിന് ഒരു നിഴലായിരുന്നു. ദാവീദ് സ്വന്തം മകൻ ഒറ്റിക്കൊടുത്ത് കണ്ണുനീരോട് ഒലിവുമല കടന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു തന്റെ ശിഷ്യനായ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു. കണ്ണുനീരോടും രക്തവിയർപ്പോടും കൂടെ ഗത്സമനയിൽ യേശു പ്രാർത്ഥിച്ചു. ദാവീദ് ഒരു നിഴലായിരുന്നുവെങ്കിൽ യേശു അതിൻ്റെ പൂർണ്ണ നിവർത്തിയാണ്. ഇവിടെ ഗത്സമനാം തോട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കിദ്രോൻ തോടിനെ കുറിച്ച് പറയുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 15:23 ദാവീദ് കിദ്രോൻ തോട് കടക്കുന്നതായിട്ട് വായിക്കുന്നു. നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 18:1 യേശു ശിഷ്യന്മാരോടൊപ്പം കിദ്രോൻ തോട് കടന്ന് ഗത്സമനായിലെത്തുന്നു. ഇതൊരു യാദൃശ്യമല്ല. ദാവീദ് രാജാവ് ദുഃഖത്തോടെ കടന്ന വഴിയിലൂടെയാണ് രാജാതിരാജനായ യേശു കടന്നത്. പഴയ കാലഘട്ടത്തിൽ പാപപരിഹാരത്തിനായിട്ട് യാഗങ്ങളുണ്ടായിരുന്നു. ആ യാഗങ്ങൾ അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഒഴുക്കിക്കളയുന്ന ഒരു തോടായിരുന്നു കിദ്രോൻ തോട്. കിദ്രോൻ തോട്ടിൽ ഇതാ യേശു, ജീവനുള്ള കുഞ്ഞാടായ, സർവമാനവരാശിക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ ഓമന മകൻ, സകല മാനവരാശിക്കുള്ള പാപ പരിഹാര ബലിയായിത്തീരുന്ന ഓമന മകൻ കിദ്രോൻ തോട് കടക്കുന്നു. ഇവിടെ പ്രിയരെ, ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തിയാണ് ഈ എണ്ണച്ചക്കെന്നറിയപ്പെടുന്ന ഗത്സമനയിൽ നടക്കുന്നത്. നമുക്കറിയാം, എണ്ണ എന്തിനെ കാണിക്കുന്നു? അത് ആത്മീയതയുടെ ഒരു പ്രതീകമാണ്. പഴയ നിയമത്തിൽ എണ്ണ സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നുണ്ട്, അഭിഷേകത്തെ കുറിക്കുന്നുണ്ട്, രാജ്യത്വത്തെ കുറിക്കുന്നുണ്ട്. അതുപോലെ രോഗശാന്തിക്കായിട്ടും വിശുദ്ധീകരണത്തിനായിട്ടൊക്കെ എണ്ണ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മാനവരാശിക്ക് രക്ഷയും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹവും ലഭിപ്പാൻ യേശു ഗത്സമനയിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഗത്സമന വെറും ഒരു തോട്ടമല്ല, അത് കണ്ണുനീരിന്റെ ഒരു താഴ്വരയാണ്. ഇതാ യേശു ഗത്സമനയിൽ തൻ്റെ പ്രാർത്ഥനയിൽ രക്തത്തുള്ളി പോലെ, വിയർപ്പ് തുള്ളി രക്തത്തുള്ളി പോലെയായി മാറുകയാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ കഷ്ടം സഹിക്കുന്ന ക്രിസ്തുവിനെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിലൊരു കിദ്രോൻ തോട് കാണും. നമ്മുടെ എല്ലാം ജീവിതത്തിലൊരു ഗത്സമന
എന്ന എണ്ണച്ചക്കിൻ്റെ അനുഭവം കാണും. അതൊക്കെയും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീരുകയാണ്, ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് തീരുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ നാം തകർക്കപ്പെടുന്നുവെങ്കിൽ ഏറ്റവും വിലയുള്ള ചിലത് പുറത്തു വരുന്നതിന് വേണ്ടിയുള്ളത് തകർക്കപ്പെടലാണ്. എണ്ണച്ചക്കിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും വിഷയത്തിലേക്ക് നമ്മൾ അമരുന്നുണ്ടെങ്കിൽ, ഉടയുന്നുണ്ടെങ്കിൽ, പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു എണ്ണയുടെ അനുഭവം നമുക്ക് അതിലൂടെ ലഭിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, എണ്ണച്ചക്കിൻ്റെ കഷ്ടതയേറിയ അനുഭവങ്ങളിലൂടെ ആരെങ്കിലും കടക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എണ്ണ സ്റ്റോർ ചെയ്യുകയാണ്. നിങ്ങൾ തീ കത്താൻ പോവുകയാണ്, നിങ്ങളുടെ ദീപം തെളിയാൻ പോവുകയാണ്. അതിനാവശ്യമായ ഇന്ധനമാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഗെത്സമനാൻ തോട്ടത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥന ഇന്ധനം നിറയ്ക്കുന്ന പോലെയായിരുന്നു. കാര്യം, പിറ്റേ ദിവസം കാൽവരി എന്ന കൊലക്കളത്തിൽ യേശുവിനെ വലിച്ചഴച്ച് കൊണ്ടുപോകുമ്പോൾ അവിടെ തീജ്വാല പോലെ നിൽക്കണമെങ്കിൽ ഈ എണ്ണച്ചക്കിൽ നിന്ന്, ഗെത്സമന എന്ന എണ്ണയുടെ അനുഭവത്തിൽ നിന്ന് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. പ്രിയരെ, ഇന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആത്മീയമായി കൂടുതൽ തേജസ്സോടെ നിൽക്കുവാൻ ഒരു എണ്ണച്ചക്കിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാൽ. ഗെത്സമന എന്ന എണ്ണച്ചക്കിനെ കുറിച്ച് ചിന്തിച്ചു. അത് ഒലിവുക ഉടയുന്നത് പോലെ ഉടയപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇന്ധനം പോലെ നല്ല എണ്ണയുടെ അനുഭവം കൊടുക്കണം. ദീർഘനാൾ തെളിയുന്ന പ്രകാശമായി ദൈവത്തിൻ്റെ മഹത്വമായി നിൽപ്പാനിടവർ അനുഗ്രഹിച്ചാട്ടെ എല്ലാവരെയും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളെ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ.